സ്കൂളിൽ വീണ്ടും കളി തുടങ്ങിയല്ലോ. ഇനി ഇവരെയൊക്കെ ഒന്ന് ഒതുക്കണം. ഫസ്റ്റ് ഡേ അല്ലേ, ആരെയും വഴക്ക് പറയണ്ട, കളിച്ചോട്ടെ. എന്നാലും ആ പുത്തിക്കുട്ടിയുടെ പേരെന്താ പറപാത്തു? ഞാൻ പറയാൻ മറന്നില്ലല്ലേ, നമ്മളങ്ങനെ പോയി. ഓളെ പേരെന്താ വെച്ചാല് മിയ. മിയ, നല്ല പേര്, നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല പേര് മിയ. നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആളാണോടി? കൂട്ടുകൂടാൻ അങ്ങോട്ട് ചെന്നാലും മതി. അവളുടെ ശരിക്കത്തെ സ്വഭാവം ഒന്നും അറിയില്ല. അവളെ ഒറ്റയാളാ, ഒരു ഗ്യാങ് പോലും അവൾക്കില്ല. അവള് ഒറ്റയ്ക്കാ നടക്കാറ്. അവൾക്ക് അതാ ഇഷ്ടം. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. ഓ അപ്പൊ നല്ല ജാടക്കാരിയാണല്ലേ. ഞാൻ വിചാരിച്ച സ്കൂൾ മുഴുവൻ ഫേമസ് ആയിരിക്കുന്നു. അങ്ങനെ സ്കൂൾ മുഴുവൻ ഫേമസ് ഒന്നുമല്ല. നമ്മളെ ഈ ഒരു 6ാം ക്ലാസ്സിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ABCDയില് കുറച്ച് ഫേമസ് ആണ്, അത്രേ ഉള്ളൂ. അത് അന്ന്. ഇനിയിപ്പോ ഇപ്പൊ ഉണ്ടാകുന്നൊക്കെ ആർക്കറിയപ്പോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ. അല്ലേ ഇന്നോളിപ്പോ ആരെ പറഞ്ഞത്? അല്ല, ഓള് തിരിച്ചു വരാൻ സാധ്യതയില്ലല്ലോ. ഓള് ഗൾഫിക്ക് എന്നേക്കുമായി പോയതാ. ഓള് തിരിച്ചു വരുന്നുണ്ടെന്നാണ് ഞങ്ങളെ മറ്റേ ജനയുടെ ചേച്ചില്ലേ, ജൂലി, അവള് പറയുന്ന കേട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ. അതെ, ജനയുടെ ചേച്ചി പറഞ്ഞു കേൾക്കുമ്പോ പിന്നെ ആ രണ്ടാമത് വന്ന കുഞ്ഞുമ്പത്തിന്റെ ഫ്രണ്ടിലെ ആ ഡോക്ടർ പറഞ്ഞ വെച്ച് നോക്കുമ്പോ അവൾ തിരിച്ചു വരാനുള്ള സാധ്യത. ആ കുട്ടിയുടെ ഒരു രൂപം എന്റെ മനസ്സിലുണ്ട്. അത് പാവമായിരിക്കും. നിങ്ങൾ വെറുതെ അതിന് ജാടാന്ന് പറയാ. അവൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടാക്കാം. പറ്റിയ സാധനം. നിങ്ങൾ പോയിക്കോണ്ട് ഫ്രണ്ടാക്കാന്. ചവിട്ടി തേച്ച് അടക്കും തന്നെ. നമുക്ക് കാണാം അവളെ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും. നോക്കിക്കോ, നിന്നെക്കാളും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ആക്കിക്കോളെ. ഞാൻ ഒന്ന് പറയണേ, നിങ്ങള് ബെസ്റ്റികള്. നമ്മളിന്ന് പോവാണേ. നിങ്ങൾ ബെസ്റ്റികളാവുമ്പോ ഇനി വിളിക്കണേ, ഞാൻ കാണാൻ വരണ്ടി. എനിക്ക് നിങ്ങളല്ലാതെ അവിടെ വേറെ കുറെ ഫ്രണ്ട്സ് ഈ സ്കൂളിലുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ കമ്പനി അറിഞ്ഞ ചെയ്ത് ഏറ്റവും വലിയ തെറ്റ്. പുതിയ ഒരാള് വരികയാണെന്ന് കണ്ടപ്പോ നമ്മൾ വല്ല ഒഴിവാക്കാനുള്ള തീരുമാനമല്ലേ. ഞാൻ പോവാ. ഈ അമ്മക്കാളൊക്കെ ഇപ്പൊ കമ്പനി ഉണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. പാസ് തെറ്റി പോവാ, മുണ്ടി പോവാ. എന്താടി ക്ലാസ് പോയിരുന്നൂടെ? എനിക്ക് ഇവിടെ ചാടി കളിക്കണേ. ചേച്ചിയുടെ കാര്യം നോക്കിയ പോലെ എങ്ങനെ എന്റെ കാര്യം നോക്കുന്നേ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു പഠിച്ച്. പാത്ത് പോവല്ലേ, ഞങ്ങൾ തമാശ പറഞ്ഞതാ. നിന്നെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല. നേരന്നായി, കുറച്ച് പൊളിച്ചോയി. പിന്നെ എന്നോടാ കളി ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കൂട്ടോ. പുതിയ കുട്ടി വരട്ടെ, എന്നിട്ട് വേണം. പാവം പാത്തു നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എന്തിനാ അതിന് ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി നീ സുരസക്കോ? ഞാൻ വെറുതെ പറയുന്നല്ലേ. ഈ പെണ്ണൊക്കെ ഞാൻ പറയുന്നത് വിശ്വസിക്കും. നിങ്ങൾ രണ്ടുപേര് പൊട്ടത്തികളാ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എടി നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ പാത്തുനെ പറ്റിച്ചത്? എന്ത് പറ്റിച്ചത്? അതൊക്കെ നിനക്ക് ഓർമ്മിപ്പിച്ച് തരാം. നീ വാ, നിനക്ക് ഞാൻ എല്ലാം ഓർമ്മിപ്പിച്ച് തരാം. ഇങ്ങോട്ട് വന്നേടി മുത്തേ. എങ്ങനെ അതൊക്കെ മറക്കാം? നമുക്ക് പുതിയ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോണ്ടേ? വാ പോവാം. ഈ ദേവത എന്താ വരാത്തെ? കുറെ നേരമായല്ലോ. ഇവക്കെന്താ സ്കൂളിലൊന്നും പോണ്ടേ? ഇവള് സ്കൂളൊക്കെ നിർത്തിയോ? ഓ, ഈ പിള്ളേരുടെ കളി കാണുമ്പോൾ കൊതി വരെ ഇതുപോലൊക്കെ കളിക്കാനായിട്ട്. എന്റെ കൂടെയുള്ളവന്മാരൊന്നും വന്നില്ലല്ലോ. കഷ്ടം. വന്നാലും ഇപ്പൊ ഇതൊന്നും കളിക്കാൻ പറ്റിയ പ്രായമില്ലല്ലോ. എന്റെ അവസ്ഥ. ആ പോകുന്നു ദീപക്കല്ലേ? എടാ ദീപക്കേ, അവൻ പോയല്ലോ. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇവരെ പോലെയൊക്കെ കളിച്ചവരാ ഞങ്ങളും. ഇപ്പൊ ഇത് ഒരു ലോഡ് പഠിക്കാനായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ ഒരു അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കട്ടെ. എന്ത് പറയാനാ? ഓ, ഞങ്ങളുടെ അവസ്ഥ എന്താ? എത്ര പോരോ പഠിക്കാൻ. കണക്കൊക്കെ കാണുമ്പോ തല പേർക്കും. അയ്യോ, എവിടെ പോയി കിടക്കുക എന്റെ കൂടെ ഉള്ളവന്മാരൊക്കെ. എനിക്കാണെങ്കിൽ സ്കൂളറിന്റെ ലീഡറാണെന്നുള്ള ആ ഒരു ഇതുണ്ട്. എന്നെ കൊണ്ട് വയ്യ. വല്ലാത്തൊരു കഷ്ടം. ഇനി പിന്നെ എന്തോന്ന് തേങ്ങ ചെയ്യും? വല്ലാത്തൊരു കഷ്ടം. എടാ, നീ എന്റെ കൂടെയുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ? നീ എന്തൊന്നും മിണ്ടാത്തെ? എന്റെ കൂടെയുള്ള ആരെങ്കിലും കണ്ടായിരുന്നോന്ന്? എന്ത്? എന്റെ കൂടെയുള്ള ആരെങ്കിലും കണ്ടിരുന്നോ? രാവിലെ വന്നതല്ലേ നീ? ഞാൻ രാവിലെ വന്നതാ. നിന്റെ കൂടെയുള്ള ഞാൻ ആരെയും കണ്ടില്ല. നിന്റെ കൂടെ വരുമ്പോ നമ്മുടെ ക്ലാസ്സിലുള്ള ആരെങ്കിലും അല്ലേ? ആരും വന്നിട്ടില്ല. ആരും വന്നില്ലേ? എന്റെ രണ്ട് അനിയത്തികളെ രാവിലെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓടി. അതിനിപ്പോ സമയമായി തുടങ്ങിയല്ലോ. ഓ, ഞങ്ങളൊക്കെ സ്മെല്ലടിക്കാൻ ടൈമിലല്ലേ വരാ. അതിനിപ്പോ ഫസ്റ്റ് ഡേ ആണെങ്കിലും ലാസ്റ്റ് ഡേ ആണെങ്കിലും ഞാൻ എന്റെ അനിയത്തികളും വേണ്ടത് കണ്ടില്ല. നേരത്തെയൊക്കെ വരണ്ടേ? എന്തിനാ നേരത്തെ വന്നിട്ട്?
എത്ര നാളെ കണ്ടിട്ട് ഒന്ന് കാണാൻ അല്ല അതിനാ സ്കൂൾ എത്ര നാളെ കണ്ടിട്ട് ഒന്ന് കാണാന്. ഓ അതോ, കണ്ട് കണ്ട് പഠിച്ച സ്കൂളല്ലേ, ഇത് നീ കണ്ടിട്ട് എന്താ കാര്യം? ഇവിടേക്ക് വരുന്നത് തന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കുറെ പഠിക്കാനും കുറെ ടീച്ചേഴ്സും കുറെ കുട്ടികളും. ഓ ചടപ്പ്. അതെന്താ നിനക്ക് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ലാത്ത? എല്ലാവർക്കും സ്കൂളിൽ വരുന്ന ഇഷ്ടമല്ലേ? ആർക്കാ മോനെ സ്കൂളിൽ വരുന്ന ഇഷ്ടം? ആർക്കാ ഞായറാഴ്ച ഇഷ്ടമില്ലാത്തത്? അതെനിക്കറിയില്ല, എനിക്ക് ഞായറാഴ്ച ഇഷ്ടമാ. അതിനർത്ഥം എന്താ? ബാക്കി ദിവസങ്ങളൊക്കെ സ്കൂൾ ഉണ്ടായതുകൊണ്ട് ആർക്കും സ്കൂൾ ഇഷ്ടമല്ല, അതാ കാര്യം. അങ്ങനെയാണോ? എനിക്ക് സ്കൂൾ ഇഷ്ടം. അയിനി അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നീ ആരെയും കണ്ടില്ലല്ലോ എന്റെ കൂടെയുള്ള? ഉറപ്പല്ലേ ഞാൻ അവരെ തപ്പി നടക്കുക? ഞാൻ ആരെയും കണ്ടില്ല, എന്റെ കൂടെയുള്ളവരെ തന്നെ കാണുന്നില്ല, പിന്നെ അല്ലേ നിന്റെ കൂടെയുള്ളവരെ? ഓ ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ, നീ എന്തിനു ചൂടാവുന്നേ? ഞാനത് ചൂടായി. ഞാൻ ചൂടാവാറേ ഇല്ല ആരെടുത്തു. ഓ സ്കൂളിന്റെ വലിയ ലീഡറല്ലേ, അതിന് ജാടയായിരിക്കും. ഓ ലീഡർമാർക്കും ഇത്ര ജാട വേണ്ടട്ടോ, കുറച്ച് കഴിഞ്ഞ ഈ സ്ഥാനൊക്കെ പോകും. ഞാനൊരു ജാടയും കാണിച്ചില്ല ദേവു, നിനക്കൊക്കെ തോന്നുന്നതാ. എന്റെ തോന്നലൊന്നല്ല, നിനക്ക് കുറച്ച് ജാട കൂടിയിട്ടുണ്ട്. കഴിഞ്ഞാലേക്ക് ഒരു പാവായിരുന്നു, ഇപ്പൊ നല്ല ജാട കൂടിയിട്ടുണ്ട് നിനക്ക്. അങ്ങനെ പറയല്ലേ, ആര് പറഞ്ഞാലും നീ അങ്ങനെ പറയല്ലേ. അതൊന്നും ഞാൻ പറഞ്ഞ ഞാൻ ആരും ചൂടായിട്ടില്ല ഇതുവരെ, പിന്നെ എന്തിനാ നീ എന്നെ ചൂടിനൊക്കെ വിളിക്കുന്നേ? അറ്റ്ലീസ്റ്റ് ഈ സ്കൂളിൽ പണിഷ്മെന്റ് ചെയ്യാൻ പോലും ഞാൻ ആരും വഴക്ക് പറയാറില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, പിന്നെ നിന്നെ ആരുടെ ലീഡർ ആക്കിയത്? ആ സാറ് പിടിച്ച് ലീഡ് ആക്കിയതല്ലേ, അതെന്റെ കുറ്റമാ. അത് നിന്റെ കുറ്റമല്ല, വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ലീഡർ സ്ഥാനം ഞാൻ എടുത്തോളാം. അതൊന്നും വേണ്ട, എന്റെ ലീഡർ സ്ഥാനം ഞാൻ തന്നെ നോക്കിക്കോളാം. ഓ അപ്പൊ പേടിയുണ്ടല്ലോ, എന്നാ ഞാൻ പോട്ടെട്ടോ, അവരൊക്കെ തപ്പിക്കിട്ടെ, അവർ എവിടെയൊക്കെ ഉണ്ടാവും. ദേവ് പോവല്ലേ.